പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിന്റെ 2ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 103-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് നിലത്തെ പൊടി കൊണ്ടാണ്. മനുഷ്യൻ ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ട നാൾ മുതൽ മനുഷ്യ ശരീരത്തിന്മേൽ സാത്താന് പ്രവർത്തിപ്പാൻ അധികാരമുണ്ടായി. മനുഷ്യ ശരീരത്തിൽ രോഗം വരുത്താനും അത് പരത്താനും സാത്താന് അധികാരമുണ്ട്. അതുകൊണ്ടാണല്ലോ സാത്താൻ ഇയ്യോബിനെ രോഗിയാക്കിയത്. മറ്റു പലരെയും ബാധിച്ച രോഗം ബാധിച്ച് ദീർഘകാലം കിടക്കയിൽ കിടത്തിയതും. ഒരിക്കൽ യേശു സബത്തിൽ ഒരു ആലയത്തിൽ കടന്നുപോയി. ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ 18 വർഷം രോഗാത്മാവിനാൽ ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീയെ കണ്ടു. യേശു അവളെ കണ്ടു അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം ഞാൻ അഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു. സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ കൊച്ചുമകളായ സ്തോത്രം ഈ മകളെ ബന്ധനത്തിൽ നിന്നും അഴിച്ച് വിടേണ്ടതല്ലയോ എന്ന് യേശു തന്നെ ചോദിക്കുന്നു. അതുപോലെ മറ്റൊരു സ്ത്രീക്ക് 12 വർഷം രക്തസ്രാവം വരുത്തിയിരുന്നതും ഒരു ബാധയായിരുന്നു. യേശു പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്ക എന്ന് പറഞ്ഞു. ഇയ്യോബിനെ വല്ലാത്ത പരിക്കുകൾ വരുത്തിയതും സാത്താനായിരുന്നെന്ന് നമുക്കറിയാം. ഇതെല്ലാം എല്ലാ വിധത്തിലും രോഗങ്ങൾ സാത്താന് വരുത്തുവാൻ കഴിയുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതെല്ലാം വിധത്തിലാണ് സാത്താൻ രോഗങ്ങളെ കൊണ്ടിടുന്നത്, എപ്പോഴാ രോഗം കൊണ്ടിടുന്നത് ഒന്നും നമുക്കറിയുവാൻ കഴിയുകയില്ല. 38-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നു, പാപഫലമായിട്ടാണ് എൻ്റെ രോഗമെന്ന് ദാവീദ് അവകാശപ്പെടുന്നു. നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപം ഹേതുവായി അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. പാപനിമിത്തം രോഗം വരാം. ദൈവത്തോടും ദൈവദാസന്മാരോടും വഞ്ചന കാണിച്ചതിന് പാപഫലമായി അവന്റെ തലമുറകളും ശപിക്കപ്പെടുകയും കുഷ്ഠരോഗികളായി തീരുകയും ചെയ്തുവല്ലോ. ദൈവത്തിന് അവകാശപ്പെട്ട ദശാംശങ്ങളും വഴിപാടുകളും അർപ്പിച്ചില്ലെങ്കിലും ശാപം നിമിത്തം രോഗങ്ങൾ ഉണ്ടാകാം. ദൈവത്താൽ നിയോഗിതരായ ദൈവദാസന്മാരെ അകാരണമായി ചോദ്യം ചെയ്യുന്നതും അവഹേളിക്കുന്നതും ശുശ്രൂഷകളെ അധിക്ഷേപിക്കുന്നതും നിമിത്തം രോഗം വരുമെന്നുള്ളതിന് സംശയമില്ല. മിരിയാം അതിന് നല്ല ഒരു ഉദാഹരണമാണ്. ആഭിചാരത്തിന്റെ പുറകെ പോകുന്നവർക്കും സത്യദൈവത്തെ അറിഞ്ഞതിന് ശേഷം അന്യദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവർക്കും പാപം ചെയ്യുന്നവർക്കും രോഗം വരും. ആമേൻ. യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന്റെ നിഴലായിരിക്കുന്ന പെസഹ യോഗ്യമില്ലാതെ ഭക്ഷിച്ചത് നിമിത്തം അനേകർ രോഗികളായി തീർന്നു. സാക്ഷാൽ ദൈവപുത്രന്റെ ബലിമരണത്തിന്റെ ഓർമ്മയ്ക്കായി ഒരുക്കുന്ന തിരുമേശ അയോഗ്യമായി ഭക്ഷിച്ചാൽ എത്രയധികം രോഗം നമ്മളിൽ ഉണ്ടാകാൻ ഇടയാകും. പ്രിയ ദൈവവൈദ്യരെ, അതുകൊണ്ട് പ്രിയ ദൈവവൈദ്യരെ, അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു എന്ന് പൗലോസ് തന്നെ പറയുന്നു. പെന്തക്കോസ്തുകാരുടെ രോഗങ്ങളുടെ പ്രധാന കാരണം ഇതായിരിക്കുമോ?
ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട്. അതിനൊരു കാരണം വേണം. മിക്കവാറും എല്ലാ ഭക്തന്മാർക്കും ഭക്തന്മാർ മരണത്തോട് അടുക്കുമ്പോൾ എന്തെങ്കിലും രോഗം പിടിക്കപ്പെടും. ആ രോഗത്തോടുകൂടെ അവർ നിത്യതയിൽ ചേർക്കപ്പെടുകയും ചെയ്യും. നമുക്ക് അത് സ്തോത്രം പലപ്പോഴും അനേക ദൈവമക്കളുടെ മരണങ്ങൾ സ്തോത്രം പെട്ടെന്നുണ്ടാകുന്ന ചില രോഗങ്ങളായിരിക്കാം. പ്രിയ ദൈവവേദിയിലെ രോഗം 3 ഘട്ടങ്ങളിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാം. 1, പ്രകൃതിയിൽ കൂടെ രോഗം പ്രവേശിക്കുന്നു. 2, പാപത്തിൽ കൂടെ രോഗം പ്രവേശിക്കുന്നു. 3, ദൈവനാമ മഹത്വത്തിനായി രോഗം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും. പ്രകൃതിയിൽ കൂടെ വരുന്ന രോഗം ചികിത്സിച്ചാൽ മാറും. അതിനാണ് കർത്താവ് പറഞ്ഞ് രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. പാപത്താൽ വരുന്ന രോഗം നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അനുതാപത്തോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം നമുക്ക് നൽകുവാനിടയാണ്. ലാസറിന് ദീനം വന്നത് നമുക്കറിയാം. അത് ദൈവനാമ മഹത്വത്തിനായിരുന്നു. അതേ പ്രിയ ദൈവവേദനേ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ സ്തോത്രം പാപമാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രകൃതി മുഖാന്തരമുള്ള രോഗങ്ങൾ നാം വൈദ്യനെയോ ഡോക്ടറെയോ കാണേണ്ടതും ആവശ്യമാണ്. ആമേൻ, ഹല്ലേലൂയ. അതെ, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്തോത്രം അനേക ക്യാൻസർ രോഗങ്ങളെ കഴിഞ്ഞ സ്തോത്രം ചില ദിവസങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഞങ്ങളുടെ ആലയത്തിൽ ഒരു സഹോദരൻ വരുവാനിടയായി. ക്യാൻസറിൻ്റെ 3-ാം ഘട്ടം കഴിഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ ദൈവം സ്തോത്രം പ്രാർത്ഥനയിൽ കൂടെ, തൻ്റെ ഏറ്റുപറച്ചിലിൽ കൂടെ, തൻ്റെ കണ്ണുനീരിൽ കൂടെ സഭയുടെ ശ്രദ്ധയുള്ള പ്രാർത്ഥന ആ ക്യാൻസറിനെ സൗഖ്യമാക്കുവാനിടയായി. ഇന്നും അദ്ദേഹം ആരോഗ്യത്തോടെ ദൈവത്തെ പാടി ആരാധിച്ച് ദൈവത്തിൻ്റെ ഉത്തമ സാക്ഷിയായി നിലനിൽക്കുന്നു. കർത്താവിൻ്റെ ദാസദാസന്മാരെ, നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ബലഹീനതകൾ വന്നേക്കാം, കുറവുകൾ വന്നേക്കാം. എന്നാൽ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ മടങ്ങി വന്ന് ഏറ്റുപറഞ്ഞ് ആ പാദപീഠത്തിലായിരിക്കുമ്പോൾ, ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും നാം സമയത്തെ വേർതിരിക്കുമ്പോൾ നമ്മുടെ രോഗത്തെ മാറ്റി, നമ്മുടെ കഷ്ടതയെ മാറ്റി, നമ്മുടെ വേദനകളെ മാറ്റി, നമ്മുടെ കണ്ണുനീരിനെ മാറ്റി ദൈവം നമുക്കായി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാകും. അവൻ നമ്മുടെ അകൃത്യമൊക്കെയും മോചിക്കും. സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. ആ സൗഖ്യമാക്കുന്ന ദൈവകരങ്ങൾ, നമ്മുടെ അകൃത്യങ്ങളെ മോചിക്കുന്ന ദൈവകരങ്ങൾ ഈ പ്രഭാതം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ കണ്ണുകളെ ദിവസത്തിനടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് പ്രഭാതം നാഥ, ഈ 7-ാം മാസത്തിൻ്റെ 2-ാമത്തെ പ്രഭാതത്തിൽ അനേക പ്രിയപ്പെട്ടവർ പല ഹോസ്പിറ്റലുകളിൽ രോഗബലഹീനതയോടുകൂടെ ആയിരിക്കുന്നല്ലോ. അവരെയൊക്കെയും സ്വർഗം വിടുവിക്കണം, സമാധാനം നൽകണം, സന്തോഷം നൽകണം. കർത്താവെ, ജീവിതത്തിൽ സ്തോത്രം വന്നുപോയ എല്ലാ വീഴ്ചകളെ എൻ്റെ സ്വർഗം സ്തോത്രം ക്ഷമിച്ച അകൃത്യമൊക്കെയും മോചിച്ച് കർത്താവെ സകല രോഗങ്ങളിൽ നിന്നും സൗഖ്യമാക്കുന്ന ദൈവകരമെന്ന് പകൽ വെളിപ്പെടണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മയും അനുഗ്രഹങ്ങളും ജനത്തിന് വേണ്ടി പകരണമേ എന്ന് പ്രാർത്ഥിക്കും. സ്വർഗം അത്ഭുതം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.